RC കിളിക്കുഞ്ഞ്. മോനെ BS3, BS4, BS6 ഒക്കെ അല്ലേ നമ്മള് 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കട്ടോ. വെറും 0 കേരളം കാത്തിരുന്ന അഡാറ് മുതല് ഗിവ് അവേ എനിക്ക് ആധാർ കാർഡ് പാൻ കാർഡ് കൊണ്ടുവരികയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വണ്ടി എടുത്താണ് പോവാ. വെച്ചാല് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയൊരു കാരണം ദൈ കാണുന്ന ഒരു മുതലാണ്. ഇവനാണ് വന്ന മുതല് ജീവിതങ്ങൾ മാറ്റി പറഞ്ഞ ഒരു അവസ്ഥയാണ്. CBR ചെറിയ ഉണ്ടല്ലോ കേട്ടോ. ഡ്യൂക്ക് 390. ഹായ് ഗൈസ്, റോസ് മോട്ടോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കത്തും തുടങ്ങല്ലോ നമ്മൾ പൊളിക്കും. എന്താണെന്ന് മണവാളനായണല്ലോ എത്ര ചെങ്ങാതി കാടിനവിടെ. എന്തായാലും ഇന്ന് കത്താൻ പോവാണ്. റോസ് മോട്ടോന്റെ ഒരു അടിപൊളി വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകുന്നത് അല്ലേ. യെസ് ഗായ്സ്, ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരുപാട് വണ്ടി കളക്ഷന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ. അതായത് നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ഡ്യൂക്ക്, NS, അതുപോലെ തന്നെ RC, ഡൊമിനാർ, ഹിമാലയൻ, അങ്ങനെ എല്ലാവിധ കളക്ഷനുകളും ബെസ്റ്റ് പ്രൈസിൽ വെറും 85 രൂപയ്ക്ക് ഡ്യൂക്ക്, 95 രൂപയ്ക്ക് ഡൊമിനാർ, RC വെറും 1 ലക്ഷം രൂപയ്ക്ക്. എവിടുന്നാ കിട്ടണേ ഇജാതി വിലക്ക് ഇജാതി വണ്ടിയാണ്. 2019 RC ആണ് 1 ലാഖിന്. കിട്ടോ നോക്കിക്കോളെ നിങ്ങള്. ഇന്ന് എന്തായാലും കത്താൻ പോവാണ് അല്ലേ. പിന്നെ പവറൊക്കെ പോണ് നമ്മൾ പൊളിക്കും അല്ലെ. നമ്മൾ പൊളിക്കും. ഫിനാൻസ് ഓൾ കേരള ഫിനാൻസ്, ഓൾ കേരള ഡെലിവറി, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. എവിടേക്കും നമ്മൾ എത്തിച്ചേരും. കേരളത്തിന്റെ പുറത്തേക്കാണ് നമ്മൾ മഹാരാഷ്ട്രക്കാരെ വണ്ടി കയറ്റി വിട്ടാണ്. യെസ്, അതാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇന്റർസെപ്റ്റർ ഉണ്ട്, ഡ്യൂക്കിന്റെ കളക്ഷൻ ഉണ്ട്, പുതിയ പുതിയ വെറൈറ്റി RCയുടെ കളക്ഷൻ ഉണ്ട്, V4ന്റെ കളക്ഷൻ, എല്ലാ രീതിയിലുള്ള വണ്ടികളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടൊരു സാധനം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള എന്താണെന്നുള്ളത് ഈ വീഡിയോന്റെ ഇടയ്ക്ക് കാണിച്ചു കൊടുക്കാം. അതെ, ഒരു അഡാർ ഗിവ് അവേ ആണ് വരുന്നത്. വെച്ചോളി, നഷ്ടം വരില്ല അല്ലെ. എന്താണ് സാധനം എന്നൊക്കെ നമ്മൾ എന്തായാലും കാണിച്ചു തരാം. നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് തുടങ്ങിയാലോ. ഓരോ വണ്ടികളുടെ പ്രൈസ് കാര്യങ്ങൾ. കുറച്ച് നേരം ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് എന്താണ് ഇവിടെ പരിപാടി, കുറെ വണ്ടികളുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താണ് ഓരോരുത്തരുടെ പേര് പറഞ്ഞ? നമ്മളെ ചെറുക്കനാട്ടോ നമ്മളെ പെങ്ങളോട്ടി തന്നെയാണ്. അഷ്മൽ അല്ലേ. ഓക്കെ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇവലെ വണ്ടി ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടമാണോ? ഏത് വണ്ടി ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇന്റർസെപ്റ്റർ അല്ലേ. ഇന്റർസെപ്റ്റർ. ഓക്കെ, പിന്നെ എനിക്ക് ഏതാ ഇഷ്ടം? KTM. എനിക്കും KTM. ഓക്കെ, RC, ഡോമിനാർ, ജാവ, സ്പ്ലെൻഡർ. അപ്പൊ എന്തായാലും നമ്മള് ഓരോ വണ്ടിയും ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ കാണല്ലോ. എല്ലാവരും കാണല്ലോ. കാര്യം പറയും, സത്യം അല്ലേ. ഓക്കെ, എന്തായാലും നമ്മളെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണും. കാരണം ഇതിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. അതുപോലെ നിങ്ങളെ ഫാമിലി ഉള്ളവരോട്, നിങ്ങളെ സുഹൃത്തുക്കളോട് എല്ലാവരും കാണാൻ, നിങ്ങൾ ചെങ്ങന്മാരോടൊക്കെ കാണാൻ പറയണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ എന്നാ എല്ലാവരോടും സെറ്റാക്കാൻ പറഞ്ഞാണി. പവറാക്കി. യെസ്, എന്തായാലും നിങ്ങൾ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, എന്നാ വിട്ടോളി. ഇവര് മദ്രസ് പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഈ വണ്ടി കളക്ഷൻ ഇങ്ങനെ കണ്ടിട്ടേ ഇവിടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കുറേ വണ്ടി ഇവർക്ക് റേസൊക്കെ ആക്കി സ്റ്റാർട്ടൊക്കെ ആക്കി നോക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവരെ നമുക്ക് ഓരോ വണ്ടികളുടെയും പ്രൈസ് ഡീറ്റെയിൽസ് നോക്കാം. ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ക്രൈസാണ്. അത് നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. വണ്ടി വാങ്ങാൻ പൈസ ഇല്ലാത്തവരാണെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. നമുക്ക് എന്തായാലും ഓരോ വണ്ടികളുടെയും പ്രൈസ് ഡീറ്റെയിൽസ് നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഡ്യൂക്ക് 200. എങ്ങനെയാണ് വരുന്നത്? ഇത് ഡ്യൂക്ക് 125 സ്റ്റിക്കർ ആട്ടോ. ഓക്കെ, 200ന്റെ സ്റ്റിക്കർ ആണ്. ഓക്കെ, 2019 മോഡല്. റേറ്റ് വരുന്നത് വെറും 1 ലാഖ്. വെറും 1 ലാഖ്. 20, 25, 15 രൂപക്ക് മതി. നല്ല സിവിലും കാര്യമാണെങ്കിൽ 10, 15 രൂപ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇറക്കട്ടോ. ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം മതി. ഡ്യൂക്ക് 125 പവർ അണ്ടർവെല്ലിംഗ് കാര്യങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. എല്ലാം നമ്മൾ വെച്ചത് ഫുൾ ക്ലിയർ ആയിക്കാണ് മാത്രമേ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 125 ആണ്. 2019 മോഡൽ 125 സിംഗിൾ ഓണർഷിപ്പ്. റേറ്റ് വരുന്നത് വെറും 1 ലാഖ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 125 ആണ്. ഇതിനും വരുന്ന പ്രൈസ് ഒരേ റേഞ്ച് ആണ്. ഏകദേശം 125 ഡ്യൂക്ക് കേറാല് പലരും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇത് സ്റ്റിക്കർ 200ന്റെ ഒട്ടിച്ചാൽ മതി. അതെല്ലാ വണ്ടികളും സ്റ്റിക്കർ 200ന്റെ ആണ് തോന്നുന്നുണ്ട് കേട്ടോ.
ഒക്കെ 200 സ്റ്റിക്കറാണ് ഒട്ടിച്ചത്. ഇത് 200 125 കണ്ടറിയില്ല, ഓടിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ലോസ് കാണുമ്പോൾ മാത്രമേ അറിയുള്ളൂ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു വൈറ്റ് കളർ ഡ്യൂക്ക് വരുന്നത് 2016 മോഡലാണ്. റേറ്റ് വരുന്നത് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ അല്ലേ? ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓൾ കേരള നമ്മൾ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. വെറും ഏത് വണ്ടിക്കാണ് നമുക്ക് ലോ ഡൗൺ പേയ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. വെറും 15, 20, 25. മാക്സിമം നമുക്ക് ഈ വണ്ടികളൊക്കെ 25 രൂപയ്ക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇറക്കാം. നല്ല സിവിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സിവിലിനനുസരിച്ച് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കൂട്ടേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി എടുക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഹൈലൈറ്റ് ആയിരിക്കും നമ്മളെ ഭാവമാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വണ്ടി എത്തിച്ചേരുന്ന പറഞ്ഞത്. അതെ, ഇപ്പൊ ഓടിച്ചു വരാനൊരു സാഹചര്യം അല്ല. ഞാനല്ലെങ്കിലും ചെറുക്കന്മാരെ ചെറുക്കന്മാരെ ഓടിച്ചാണ് കൊണ്ടുവരും, സെറ്റ് ആക്കി തരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഡ്യൂക്ക് എങ്ങനെയാണ്? ഡ്യൂക്ക് ഇത് 2015 മോഡല് പക്ക ക്ലീൻ പീസ് വണ്ടി കേട്ടോ. ഓക്കെ, അതെ, നമുക്ക് റേറ്റ് വരുന്നത് 1,03,000 രൂപ. 1,03,000. നമ്മൾ 90-95 കൊടുക്കുന്ന വണ്ടിയാണ്. ഇതാകുമ്പോൾ നമ്മൾ വിലക്കെടുത്ത വണ്ടിയാണ്. വണ്ടിന്റെ അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളും കണ്ടിട്ട്. അതുപോലെ തന്നെ ഡ്യൂക്കിന്റെ ഒരുപാട് കളക്ഷൻ നമ്മൾ കണ്ടു. എല്ലാത്തിനും ബെസ്റ്റ് പ്രൈസ് ആണല്ലോ. ബെസ്റ്റ് പ്രൈസ്. നിങ്ങൾ വരുമ്പോ എങ്ങനെ നമുക്ക് വില കുറക്കാതിരിക്കാൻ പറ്റിയ? സ്പാൾബർ വന്നാൽ പിന്നെ ഏത് വണ്ടിക്ക് നമ്മൾ 5 രൂപ 10 രൂപ നമ്മൾ കുറച്ചാണ്ട് കൊടുക്കുള്ളൂ. അതാണ് സ്പാൾബർ. ചോദിച്ച് വാങ്ങിക്കണേ ഓഫർ കേട്ടോ. സ്പാൾബർ അതിനൊക്കെ ഓഫർ ഉള്ളത്. ഇതിന് അത്ര കുറക്കണം നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട് മാത്രം നമ്മൾ കുറച്ചാട്ടോ. ഏതായാലും അതുപോലെ തന്നെ വരുന്നുണ്ട് ഒരു അഡാറ് ഗീവ് നമ്മള് കാണിച്ചു തരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2016 മോഡൽ ബ്ലാക്ക് കളർ. ഇതിന് വരുന്നത് വെറും 2016 മോഡൽ BS3 ആട്ടോ. വരുന്നത് വെറും 1 ലാഖ്. വെറും 1 ലാഖ്. ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് ബാക്കിൽ പറഞ്ഞുതരാട്ടോ. RCയും അതുപോലെ തന്നെ ഡൊമിനാർ, ഹിമാലയ, എക്സ്പൾസ്, ഓഫ് റോഡ് വണ്ടികളെല്ലാം ഉണ്ട്. എല്ലാത്തിനെയും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരു പുതിയ മോഡൽ ഹിമാലയ ജസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടികൾ നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് രജിസ്ട്രേഷൻ ആണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ബ്ലാക്ക് കളർ പറഞ്ഞോ? ബ്ലാക്ക് കളർ പറഞ്ഞു. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എങ്ങനെയാണ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്, തേർഡ്, സിംഗിൾ ഓണർഷിപ്പ് എല്ലാ വണ്ടികളും കറക്റ്റ് ആയിട്ട് വിളിക്കുന്നവർക്ക് ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റ് ആണ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലാക്ക് കളർ ഡ്യൂക്ക് ആണ്. ബ്ലാക്ക് കളർ ഡ്യൂക്ക് 200 ആണ്. BS3 എഡിഷൻ വരുന്നത്. BS3 ഒക്കെ പൊതുവെ കേരളത്തിൽ കിട്ടാൻ കുറച്ച് ഡിമാൻഡാണ്. നമ്മുടെ അടുത്ത് നമ്മൾ കണ്ടില്ല ഒരു 5-8 BS3 ഡ്യൂക്കനുണ്ട്. ഇനി വരാൻ നില 2-3 വണ്ടി വേറെ സ്റ്റോക്ക് വരാനുണ്ട്. റേറ്റ് വന്ന് വെറും 85 രൂപ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തും കൊടുക്കാം. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ 10 രൂപ ഇറക്കുകയും ചെയ്യാം. BS3 ആകുമ്പോൾ ചിലപ്പോൾ 40 രൂപ വേണ്ടി വരും. പക്ഷേ 2016 മേരക്കിൽ വണ്ടിക്കാണ് നമുക്ക് 20-25 രൂപ ഇറക്കാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡ്യൂക്ക് 390 എല്ലാവരും അന്വേഷിച്ചെടുക്കുന്ന ഒരു അഡാറ് മുതലായിട്ട് 390 ഒക്കെ ആകുമ്പോൾ അത്രയും ആൾക്കാർ അന്വേഷിച്ചെടുക്കുന്ന മുതലാണ്. എജ്ജാതി വണ്ടി. റേറ്റ് വരുന്നത് വെറും നമുക്ക് അത്യാവശ്യം വിലയും കാര്യങ്ങളായ വണ്ടി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു 1,20 1,30 ആൾക്കാർക്ക് കൊടുക്കല്. ഇതിന് വരുന്നത് 1,35,000 രൂപ. നമുക്ക് നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന പുതിയ മോഡല് 125 2020 മോഡൽ 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫുള്ള് ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് വെറും 1,28,000 രൂപ. 1,28,000 രൂപ. ഫിനാൻസ് ഒക്കെ 20 രൂപ മതി. 20 രൂപ മതി അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ ഡയലോഗ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഡ്യൂക്ക് 200 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് വരുന്നത് 1,45,000 രൂപ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2020 മോഡൽ 200 ആണ്. 1,45 രൂപ. കൊണ്ടേക്കോളി കൊണ്ടേക്കോളി അല്ലേ? ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ 20 രൂപ മതി. 15 രൂപ മതി സീലൊക്കെ ബാക്കിയാണെങ്കിൽ. അതുപോലെ തന്നെ 2022 മോഡൽ ഡ്യൂക്ക് 200 ആട്ടോ. റേറ്റ് വന്നത് 1,65 രൂപ. 1,65 അല്ലേ? ഇങ്ങനെ നോക്കിക്കണോ വണ്ടിന്റെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാ വണ്ടി ഇഷ്ടമാണ് അല്ലേ? ഒരു വണ്ടി എന്തായാലും നമുക്ക് വാങ്ങണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരുപാട് കളക്ഷൻ ആണ് അല്ലേ? KTM നമ്മൾ 25, 30, 35 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. KTM മാത്രമായിട്ട്. അതുപോലെ തന്നെ ബജാജ് ഉണ്ട്, MT ഉണ്ട്, അതുപോലെ തന്നെ CBR ഉണ്ട്. എല്ലാ വണ്ടികളും ഉണ്ട്. എന്തായാലും നോക്കാം. ഓക്കെ, നമുക്ക് ഈ വണ്ടിക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ വണ്ടി 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് വരുന്നത് വെറും 1 ലാഖ്. വെറും 1 ലാഖ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 200 നെക്സ്റ്റ് വരുന്നത് 2022 മോഡൽ 200 ആണ്. റേറ്റ് വരുന്നത് 1,65. ഒരു 15-20 രൂപ മതി ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡ്യൂക്ക് 250 ആണ്. 2017 മോഡല്. ഓക്കെ, റേറ്റ് വരുന്നത് 1,34 രൂപ. 1,34. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2023 മോഡൽ ഡ്യൂക്ക് 250 വെറും 50,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, ഈ പ്രൈസിനെ കൂടുതൽ കിട്ടും നമുക്ക് അറിയില്ല കേട്ടോ. വെറും 2,05,000 രൂപ. 2023 ആട്ടോ. 22, 21 അല്ല, 23 കൊടുക്കുന്ന പ്രൈസിനെ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡല്. പ്രൈസ് വരുന്നത് വെറും 1,84,000 രൂപ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതൊരു
അഡാർ ഓഫർ ആട്ടോ. ഇതൊരു അഡാർ ഓഫർ ഓഫറാണ്. 2020 മോഡൽ ഡൂക്ക് 390 BX6 എഡിഷൻ വരുന്നത് 2020 മോഡൽ കേട്ടോ. എവിടുന്നേലും കിട്ടും നിങ്ങൾ നോക്കില്ല, എവിടുന്നും കിട്ടൂല ഈ വിലക്ക്. കേരളത്തിലെവിടെയും കിട്ടും, കേരളത്തിൽ എവിടുന്നും കിട്ടൂല, അത്ര ഉറപ്പാണ്. കൺഫേം ആണ്. ഈ വിലക്ക് എവിടുന്നേലും കിട്ടും നിങ്ങൾ നോക്കിക്കോളി, എവിടുന്നും കിട്ടൂല. അത് നമ്മുടെ നല്ലത് വേറെ ആരൊന്നും കിട്ടൂല. അതിനാണ് റോസ് മോട്ടോ. വെറും 2 ലക്ഷം രൂപയ്ക്ക് 2020 മോഡൽ ഡൂക്ക് 390 2 ലക്ഷം രൂപയ്ക്ക് എവിടുന്ന കിട്ടണം, ഒന്നും കിട്ടൂല. 2019 മോഡൽ എടുത്തിട്ട് മാർക്കറ്റിന്റെ അറിയോ. ഇത് എണ്ണ കുറച്ച് കുറവായിട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നിർത്തി പിടിച്ചത് ചിലപ്പോൾ ഓഫർ പ്രൈസ് 2019 230 240 ചോദിക്കണുണ്ട്. 2000 രൂപക്ക് മാർക്കറ്റിൽ വണ്ടിയാണ്. 2000 മേലേക്ക് കൊടുക്കുന്ന ചില ഡീലർഷിപ്പ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 2 രൂപയ്ക്ക്, വെറും 2 രൂപ. ഇത് നമ്മുടെ ഒരു ചില്ലറ ഓഫർ അല്ല, ഒരു 1.5 ഓഫർ തന്നെയാണ്. യെസ്, ഒരു കിളിക്കുഞ്ഞ് RC ഇവിടെ ഉണ്ട്. അതെ, കിളിക്കുഞ്ഞ് RC 2019 മോഡല് കളർഫുൾ വണ്ടികൾ RC 125 ആണ്. പ്രൈസ് വരുന്നത് വെറും 1 lakh. ഒരു 5 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് സിമ്പിൾ ആയിട്ട് 1 lakh ഒക്കെ ഇവിടുന്ന് കിട്ടുന്നത്. 1 lakhന് കിളിക്കുഞ്ഞൊരു RC. ഇതാ കണ്ടോ, RC കിളിക്കുഞ്ഞ്. എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സൗണ്ടിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ. നമ്മളൊരു കിളിക്കുഞ്ഞ് RC വെറും 1 lakhനാണുണ്ടോ നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന 2019 കുറച്ച് കളക്ഷൻ. ഇത് 125 ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇത് അങ്ങോട്ട് മുഴുവൻ 125 ആണ്. ഇത് 2019 മോഡൽ വേറെ 125 ആണ്. റേറ്റ് വരുന്നത് വെറും 1,15,000 രൂപ. അത് നെഗോഷ്യബിൾ ആണ്, ചെറുതായിട്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2020 മോഡൽ 125 ആണ്. റേറ്റ് വരുന്നത് വെറും 1,25,000 രൂപ. 1,25,000. ഇതൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, എല്ലാ ഓണർഷിപ്പും കോൺടാക്ട് ചെയ്തോളി. നിങ്ങൾ ഓണർഷിപ്പും കൂടി നമ്മൾ പറഞ്ഞ അത്രയും കളക്ഷൻ ആണുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ ഡീറ്റെയിൽസും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ കിലോമീറ്റർ നമ്മൾ കിലോമീറ്റർ ഒക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളല്ലേ വാട്സപ്പിൽ നമ്മുടെ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ മേലെ കാറ്റലോഗിന്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ നോക്കി എല്ലാ വണ്ടി ഈ കണ്ട വണ്ടി അത് പറഞ്ഞിട്ട് ട്രോളിന് അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ കേലോങ്ങോ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ആൾക്കാർ ഇത് പോണോണ്ടേ മനസ്സിലായില്ല. 2020 മോഡൽ 125 റേറ്റ് വരുന്നത് വെറും 1,25,000 രൂപ. ഒരു 20 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് വന്നിട്ടോ കിലോമീറ്റർ. പിന്നെ നമുക്ക് ലോണിന്റെ വേറെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് വണ്ടി ഇറക്കാം. ഒരു 20-25 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വെറും 10 മിനിറ്റ് ഉണ്ട്. ഒന്നും വേണ്ട. പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇപ്പൊ നിങ്ങൾ വണ്ടി എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു പാസ്ബുക്കിന്റെ ഒരു കോപ്പി, അത് മതി. ആ വന്ന നേരെ വണ്ടിയാണ് കൊണ്ടുപോവാ. കൊണ്ടാണ് വരെ വണ്ടിയാണ് കൊണ്ടുപോവാ. എവിടുന്നാ കിട്ടണേ? എന്തായാലും ഫിനാൻസ് ആണ് എടുക്കുമ്പോ അത് അടക്കാൻ കഴിയുന്ന ആളുകൾ മാത്രം അതിലേക്ക്. വെറും ആധാർ കാർഡ് വയസ്സ് ഒരു 21 വയസ്സാണോ അല്ല 21ന്റെ താഴത്തേക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഗ്യാരണ്ടി ആയിക്കാണ്ട് ഒരാൾ വെച്ചാൽ മതി. ഇമ്മാനെ ഇപ്പാനെ അറിയാം. ജസ്റ്റ് ഒരു OTP ഇട്ടാൽ വേറെ ഒന്നും വേണ്ട. അതിൽ അറിയാതെ ഒരു OTP ഫോണിൽ കുറിച്ച് മോനെ വല്ല പറഞ്ഞു കൊടുത്താൽ മതി. അത്രയുള്ള കേസ്. വണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ട് ഇറക്കാം. വണ്ടി മൂതിലോലി കൊണ്ടുപോയിക്കോളി. ബാബ അതിനുള്ള സപ്പോർട്ട് ചെയ്തു തരും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ RC 125 ആണ്. റേറ്റ് വരുന്നത് 1,34,000 രൂപ. നമുക്ക് നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലും ചെയ്തു തരാം. സോറി, ഇത് 2020 മോഡലാട്ടോ. 1,28 മോഡൽ 1,28. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡലാണ്. 1,34. 1,34 സ്റ്റാർട്ട് ആക്കിയാലോ? സ്റ്റാർട്ട് ആയിക്കോട്ടെ. BS3, BS4, BS6 ഇതൊക്കെ പല വെറൈറ്റി സൗണ്ടുകളായിരുന്നു. ഓരോ സൗണ്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് RC 200 2018 മോഡല് വെറും 24,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് ഫുള്ള് ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. അത്രയും ക്ലീബീസ് വണ്ടി നമുക്ക് അത്യാവശ്യം നമ്മൾ വിലക്ക് എടുത്തതാണ്. അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് 1,58,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അത് സാധാരണ 160, 170 മാർക്കറ്റ് ഉണ്ട്. നമ്മൾ പൊതുവെ നമ്മളെല്ലാത്തിനും മാർക്കറ്റ് കുറവാണ്, അല്ലെ നമ്മളത് വില കുറവാണ്. പിന്നെ അതിൽ നമുക്ക് കുറച്ചും കൂടി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ RC 125 റേറ്റ് വരുന്നത് വെറും 1,75,000 രൂപ. അല്ല സോറി, 125 അല്ല, RC 200 ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. RC 125 ആണെങ്കിലും RC 200 ആണെങ്കിലും വർക്ക് ചെയ്തതും വർക്ക് ചെയ്യാത്തതും സ്റ്റോക്ക് കണ്ടീഷനുള്ളതും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണം എന്ന് വെച്ചാൽ അതൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അല്ലേ, നമ്മൾ സെറ്റ് ആക്കി തരാം. അതുപോലെ തന്നെ ബ്ലാക്ക് കുട്ടൻ വണ്ടി RC 200 2019 മോഡൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? റേറ്റ് വരുന്നത് വെറും 1,00,000 രൂപ. അല്ല സോറി, 1,65,000 രൂപ. പവർ സാധനം അല്ലേ? 1,65,000 രൂപ. അതിന് ഹഗ്ഗറും ടൈലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നമുക്ക് സെറ്റ് ആക്കി തരാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന വണ്ടി കിളിക്കുഞ്ഞ് ഫുൾ ഷോറൂം സർവീസിന്റെ വണ്ടിയാണ്. വെറും 18,000 കിലോമീറ്റർ.
ഷോറൂം സർവീസിലും ഉണ്ട്. മുന്നേ പറഞ്ഞത് കിളിക്കുഞ്ഞ് സാധനം, കിളിക്കുഞ്ഞ് സാധനം. കിളികുഞ്ഞ് കിളിക്കുഞ്ഞല്ലടാ, കിളിക്കുഞ്ഞാട്ടോ. ഓക്കെ, കിളിക്കുഞ്ഞ് നല്ല സൂപ്പർ വണ്ടി. വെറും 18,000 കിലോമീറ്റർ, 1.34 ചോദിക്കുന്നത്, 2021. സാധാരണ ഞാൻ ഷോപ്പിന്റെ വീഡിയോ എടുക്കാൻ പോകുമ്പോ എനിക്ക് പറയാനാണ് കൂടുതൽ ചാൻസ് കിട്ടില്ല. പക്ഷേ ഇത് ബാബന്നെ പറഞ്ഞു പോയിട്ട് എമ്മത്തിരി പോക്കാ പോണത്. ഓക്കെ, എങ്ങനെയാണ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞല്ലേ? 2021 മോഡലാണ്. ഞാൻ പറഞ്ഞില്ലേ, ആധാർ കാർഡ് പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു 15 ഒരു 20 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. ഇറക്കിയുണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു V4 ഒക്കെ അല്ലേ നമ്മള് 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കട്ടോ. വെറും സീറോയില് സീറോയില് ഒന്നും വേണ്ട, വെറും പ്രൂഫ് മാത്രം കൊണ്ടുവന്നാ മതി, നമുക്ക് വണ്ടി ഇറക്കാം. അതുപോലെ തന്നെ 1.45 പ്രൈസ് തന്നെ. 2022 മോഡല് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഡൗൺ പേയ്മെന്റ് വേണ്ട, ഡൗൺ പേയ്മെന്റ് ആണ്. സീറോയില് ഇത് 2021 പോലെ എം എഡിഷൻ ആണ്. റേറ്റ് വരുന്നത് വെറും 1,00,000 കൊടുക്കേ 1,40 കൊണ്ടേക്കോളി. ആ മതി, 1,40 മതി. ഞാൻ 38 ഇങ്ങനെ പറയാം. ആയിക്കോട്ടെ, സ്പാൽബർ പറഞ്ഞു 38 കൊണ്ടേക്കോളി. വന്നിട്ട് നേരെ വന്നിട്ടേ സ്പൾബറിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകഴിഞ്ഞെന്ന് പറഞ്ഞാല് എന്തായാലും ഒന്ന് സെറ്റ് ആക്കി കൊടുക്കണം. ഓരോ വണ്ടിക്കും അതിനനുസരിച്ച്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു ഏതാ മോഡൽ? ഗ്രീൻ കുട്ടൻ അല്ലേ? ഒരു വെറൈറ്റി കളറായിട്ട്. അതുപോലെ തന്നെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ കട്ട ടയർ. പുതിയ ടയറാ നോക്ക്, നൂല് ഏതാ സാധനം അല്ലേ? കളർഫുൾ സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഇത് V3 അല്ലേ? ഇത് V4 2022 മോഡല് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. സീറോയില് നമുക്ക് ഇറക്കാം. 1,40 രൂപ വരുന്നാ മതി. 1,40 സീറോ ഡൗൺ പേയ്മെന്റ്. സീറോയില് ഇതൊക്കെ സീറോയില് V4 ഒക്കെ നമ്മൾ സീറോയില് കൊടുക്കുകയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണ്. നമ്മുടെ അടുത്ത് നിന്ന് വണ്ടി എടുക്കുമ്പോൾ എന്തെല്ലാം ഗ്യാരണ്ടി കാര്യങ്ങളാണ് നമ്മൾ 15 ദിവസം നമ്മൾ എഞ്ചിന് ദിവസം നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ മേജർ ആയിക്കാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക്, അതായത് ചെറിയ വല്ല ബ്രേക്ക് വേർഡ് മാറ്റാൻ അങ്ങനത്തെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടി അത് വിളിച്ചാൽ മതി. ചിലപ്പോൾ കൊണ്ടുപോയി തന്നെ ബ്രേക്ക് വേർഡ് മാറ്റാണെങ്കിൽ നമ്മൾ ക്ലിയർ ആയി കൊടുക്കും, കുഴപ്പമില്ല. 15 ദിവസം നമ്മൾ എഞ്ചിന് ദിവസം നമ്മൾ എല്ലാ വണ്ടിക്കും, ഈ ഒരു വണ്ടിക്കും നല്ല എല്ലാ വണ്ടിക്കും നമ്മൾ വാറന്റി കൊടുക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പത്തിന് നമ്മൾ ക്ലിയർ ആക്കും. എങ്ങനെ വെച്ചാൽ അതിന്റെ വകുപ്പ് നമ്മൾ ഉണ്ടാക്കി തരും, സെറ്റ് ആക്കി തരും. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റണം, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ഏത് ഷോപ്പിൽ നിന്ന് വണ്ടി എടുക്കുമ്പോഴും ഞാൻ പൊതുവെ പറയുന്നതാ, നിങ്ങൾക്ക് വണ്ടിനെ പറ്റി അറിയാവുന്ന നിങ്ങൾ സുഹൃത്തുക്കളെയും കൂടി കൊണ്ടുവരിക. അങ്ങോട്ട് വണ്ടി കാണിക്കുക, വണ്ടി നോക്കിയിട്ട് എടുക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, നിങ്ങൾ വർക്ക്ഷോപ്പിൽ കാണിക്കുക, എന്ത് ചെയ്തിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് വണ്ടി എടുക്കുന്നതിന് മുന്നേ. കാരണം ഫിനാൻസിനൊക്കെ എടുക്കുന്നവർക്ക് മേ ബി എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ, ഭാവിയിൽ ഒരു ഇഷ്കാല് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ അതൊരു ഭയങ്കര ഫിനാൻസ് ആകുമ്പോൾ ഫിനാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ല, നമുക്ക് ചെയ്യാം. പക്ഷെ കുറച്ച് റിസ്ക് ആണ്, കുറച്ച് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2019 മോഡൽ V3 ആണ്. റേറ്റ് വരുന്നത് വെറും 1,15,000 രൂപ. 1,15,000 രൂപ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ്. കാലിപ്പത്ത് സിംഗിൾ ഓണർഷിപ്പ് 2021 മോഡൽ V3 ആണ്. 1,34 രൂപ. 1,34. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് വണ്ടി, വീണ്ടും ഒരു ഗ്രേ കളർ. ഇത് 2021 മോഡലാണ്. ഇത് 1,34 രൂപ. ഫിനാൻസ് 20 രൂപ മതി. എല്ലാ വണ്ടിക്ക് ഒരു 20 രൂപയുടെ ഉള്ളിൽ തന്നെ മതി. ഓക്കെ, അതുപോലെ തന്നെ MT ഉണ്ട്. MT എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഒരുപാട് ആളുകൾ MT ഇഷ്ടപ്പെടുന്നവരുണ്ട്. MT ആണോ, അല്ലെങ്കിൽ ഡ്യൂക്ക് ആണോ, അല്ലെങ്കിൽ RC ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി ഏതാണോ, സ്പ്ലെൻഡർ ആണോ, ഏത് വണ്ടിയാണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വണ്ടിയാണെങ്കിലും, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ലൈക്കായ വണ്ടി, ഇതിലിപ്പോൾ ചില വണ്ടികൾ ആ ഗ്രീൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ വണ്ടിയിൽ ഇതിലിപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്, പക്ഷേ എനിക്ക് ആ ഗ്രീൻ V4 ആണ് ഒന്നുകൂടി ഒന്ന് ലൈക്ക്. ഒന്നാമത് ആ കളറാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടത്. യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട്. എങ്ങനെയാണ് ഈ MT എങ്ങനെയാണ് ചോദിക്കുന്നത്? MT 2020 മോഡല് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. റേറ്റ് MT നമുക്ക് പൊതുവെ കിട്ടാൻ കുറച്ച് ഡിമാൻഡാണ്. അത്യാവശ്യം വിലക്ക് എടുത്താണ്. റേറ്റ് 1,35 രൂപ. 1,35. പിന്നെ വേറെ ഉണ്ട് 2021 മോഡലുണ്ട്. ഇത് 1,37 രൂപ ഉള്ളൂ. നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കും. ചില വണ്ടി അതിന് 1,30. 1 വർഷം കൂടിയതാണ്. പക്ഷെ ഇത് നമുക്ക് അത്യാവശ്യം നല്ല വിലക്ക് എടുത്താണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വിലക്ക് ഇത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല വിലക്ക് കിട്ടിയപ്പോൾ അപ്പോൾ അതിന് 1,30. നമുക്ക് ഓരോ മോഡലിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മളെ വീഡിയോ കണ്ടിട്ട്, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എമ്മാതിരി റെസ്പോൺസ് ആണ് കിട്ടിയത്. കഴിഞ്ഞ വീഡിയോ സ്പാൾബറാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയാണ് പിന്നെ കാലിയാണ്. പിന്നെ നോക്കണ്ട വരികയാണെങ്കിൽ ഒരു 1-2 ആഴ്ചന്റെ ഉള്ളിൽ തന്നെ പിന്നെ അതിന്റെ ആഴ്ച പിന്നെ കഴിഞ്ഞിട്ട് എന്നിട്ട് കാര്യമില്ല. ആ സ്റ്റോക്ക് കൂടെ കാണൂല. ആ വീഡിയോസ് സ്റ്റോക്ക് കാണൂല. വേറെ സ്റ്റോക്ക് പിന്നെ ഒരു പുതിയ വേറെ സ്റ്റോക്കാരുണ്ടായി. അപ്പോൾ ചോദിച്ചു സ്പാൾബർ വന്നപ്പോൾ വണ്ടിയാണ് നമ്മൾ കാണില്ല. അതൊക്കെ ഓടി ചോദിച്ചു. അത് ഞാൻ പറയാം അതൊക്കെ പോയി എത്ര പെട്ടെന്ന് ചോദിച്ചു. കസ്റ്റമർക്ക് അത്ഭുതം നമുക്ക് അത്ഭുതം. വീഡിയോ കണ്ടിട്ട് വണ്ടി വാങ്ങാൻ വേണ്ടി വാഹന ഷോപ്പിക്ക് വന്ന ആളുകൾ ഏതെങ്കിലും വണ്ടി കിട്ടാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയും. അത് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി ചിലപ്പം
അങ്ങനെ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവരുത്. അതെ അതെ ഇപ്പൊ അജാതി കളക്ഷനാണ് ഇജാതി കളക്ഷൻ എവിടെ കിട്ടല്ലേ. അതുപോലെ തന്നെ ഒരു RTR അപ്പാച്ചി എങ്ങനെയാണ് ചോദിക്കുന്നത്? 2020-21 മോഡലെങ്ങാനാണ്. റേറ്റ് വരുന്നത് 69 രൂപ. 69 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ. 2018 മോഡൽ യൂണിക്കോൺ. ഞങ്ങൾക്ക് ചെറിയ വലിയ വണ്ടികൾ മാത്രമല്ല, ഇതേപോലത്തെ ചെറിയ വണ്ടികൾ ഇടക്കൊക്കെ ഉണ്ട്. ഇടക്കൊക്കെ ഉണ്ടല്ലേ. CBR ഒക്കെ ഉണ്ട്. CBR വേണ്ടിട്ട് ചെറിയ വണ്ടിയല്ലോ. CBR ചെറിയ വണ്ടിയില്ല, യൂണിക്കോണിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതിലിപ്പോ ഒരു കുഴപ്പമില്ലാത്തൊരു വണ്ടി ഉണ്ടാവും, യൂണിക്കോണും അപ്പാച്ചിയൊക്കെ കയറും. മറ്റുള്ള ചെറിയ വണ്ടികളായിട്ടുള്ള കാര്യമായിട്ടില്ല. ഇല്ല. ഓക്കെ, നമുക്ക് ഈ യൂണിക്കോൺ നല്ല നീറ്റ് ക്വാളിറ്റി 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റേറ്റ് വരുന്നത് വെറും 63 രൂപ. ഡൗൺ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 20 രൂപ മതി. 20 യൂണിക്കോൺ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. ബാറ്ററി ഇറങ്ങിക്കണമെന്ന് അറിയില്ല. ബാറ്ററി ഇറങ്ങി ഇല്ല ബാറ്ററി ഉണ്ട്, ചെറിയൊരു കമ്മി ഉണ്ട് ബാറ്ററിക്ക്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം അല്ലേ. വണ്ടി എടുക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ബാറ്ററി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വരുമ്പോൾ ടെസ്റ്റ് ഡ്രൈവിന്റെ സമയത്ത് ചിലപ്പോൾ കുറെ അങ്ങനെ നിർത്തിയിരുന്ന വണ്ടികളല്ലേ, ബാറ്ററി ചിലപ്പോൾ പോകും. അതിനാണ് നമ്മൾ പുതിയ ബാറ്ററി മാറ്റി കൊടുക്കും. ഇൻ കേസ് നിങ്ങൾ കൊണ്ടതിന് ശേഷം ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ മാറ്റി തരും. ഇത് 250 ആണല്ലോ. അത് CBR 250 ആട്ടോ. CBR 250 അല്ലേ. സീൻ സാധനം. എങ്ങനെയാണ് നമ്മൾ CBR 250 ചോദിക്കുന്നത്? 2014 മോഡല് CBR 250 കേട്ടോ. ഇത് വർക്കും കാര്യങ്ങളും കഴിഞ്ഞാണ്. എഞ്ചിനൊക്കെ തിരിഞ്ഞേ നോക്കണ്ട. ഷോറൂമിൽ ഇപ്പോ എത്ര 22,000 രൂപേന്റെ പണി കഴിപ്പിച്ച് അടിച്ചിട്ടുള്ളൂ. ബില്ലടക്കം നമ്മളെ കയ്യിലുണ്ട്. അതായത് എഞ്ചിനൊക്കെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അജാതി വണ്ടി. റേറ്റ് വന്ന് നമുക്ക് അത്യാവശ്യം വില ആയിക്കണം. നമ്മൾ കൊടുത്തതിന്റെ നമ്മൾ എടുത്തതിന്റെ ശേഷമാണ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തത്. ഏകദേശം റേറ്റ് വരുന്നത് 78 രൂപ. 78 രൂപയ്ക്ക് ഒന്നും കിട്ടൂല. 14 മോഡൽ 250 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 220 ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ ഫാൻസ് ഉണ്ട് കേട്ടോ 220. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ 220 പറഞ്ഞാണ്ട് ഫയർ കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. 2017 മോഡലാണ് 220 വരുന്നത്. റേറ്റ് വരുന്നത് 55,000 രൂപ. 220 നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 220 ഫാൻസ് ഒരുപാട് നമുക്കുണ്ട്. താഴെ ഏത് വീഡിയോയിലാണെങ്കിൽ 220 ഒന്ന് കാണിക്കുകയാണെങ്കിൽ 220 ഫയർ എന്ന് പറഞ്ഞ കമന്റ് ഇടുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും ആ കമന്റ് ഇട്ട ആളുകൾ അല്ലെങ്കിൽ 220 ഇഷ്ടപ്പെടുന്ന ആളുകളൊന്ന് കമന്റ് ഇടി. 220 ഉപയോഗിക്കുന്ന ആളുകളൊന്ന് കമന്റ് ഇടിട്ടോ. ഓക്കെ, യെസ്, സെറ്റ്. എങ്ങനെയാണ് നമ്മൾ 220 ചോദിക്കുന്നത്? റേറ്റ് എന്ന് പറഞ്ഞാ റേറ്റ് 55,000 രൂപയാണ്. 55,000 രൂപ. നമ്മൾ 2017 മോഡൽ 2018 മോഡലാണെങ്കിലോ 58 രൂപ. ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലോ ഫിനാൻസ് ആണെങ്കിൽ 15-20 രൂപ ചെയ്ത് കൊടുക്കാം അല്ലേ. അതുപോലെ തന്നെ നമ്മളെ ഹോണ്ടന്റെ ഹൈനസ്, യെസ്, ഹോണ്ടന്റെ ഹൈനസ്, അതായത് ഒരു റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് കൊണ്ടിരിക്കുന്ന പോലെ ഒരു ലുക്കാണ്. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റേറ്റ് വരുന്നത് വെറും 1,53,000 രൂപ. 1,53,000 രൂപക്കാണ് നമ്മളിത് കൊടുക്കാൻ പോണത്. ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡൊമിനാർ ഒരു റെഡ് കളർ, ചോര കളർ അല്ലേ. ഡൊമിനാർ 2022 മോഡലാണ്. റേറ്റ് വരുന്നത് 1,39,000 രൂപ. ഓക്കെ, 1,39,000 250 ആണ് കേട്ടോ. ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഡൗൺ പേയ്മെന്റ് ഒരു 20-25. ഓക്കെ, അതുപോലെ തന്നെ 250 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് പ്രൈസ് വരുന്നത് 1,33,000 രൂപയ്ക്ക്. 33 രൂപയ്ക്ക് ഇതൊക്കെ വന്നോളി, നമുക്ക് എന്തായാലും ചെയ്യാട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഡൊമിനാർ. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഡൊമിനാർ 2018 മോഡല് 1,10 രൂപ. 1,10 രൂപ. ഇത് 2017 മോഡൽ ഡൊമിനാർ ആണ്. റേറ്റ് വരുന്നത് 95,000 രൂപ. 95,000 രൂപ കൂടെ ഡൊമിനാർ ആണത്. കിളിക്കുഞ്ഞ് ഐറ്റം അല്ലേ. അതെ, കിളിക്കുഞ്ഞ് ഐറ്റം ഒരു ഡൊമിനാർ ഇവിടെ ഉണ്ട്, ഒരു പച്ച സാധനം. ടൂറിംഗ് എഡിഷൻ ആണ്. 2022 മോഡൽ. ഓക്കെ, 2022. ഡൊമിനാറിന്റെ സൗണ്ടിന് ഒരു സൗണ്ടാ. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഒരുപാട് എക്സ്ട്രാ കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഹോൾഡർ, അതുപോലെ തന്നെ റാഷ് കാർഡ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ടൂറർ കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ബോക്സ് അതും ചെയ്തുതരാം. എങ്ങനെയാണ് നമ്മൾ റേറ്റ് വെക്കണത്? റേറ്റ് വെറും 1,72,000 രൂപ. 1,72,000 രൂപ. ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫിനാൻസ് ആണ് ഒരു 30-32 ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡൊമിനാർ വീണ്ടും വരുന്നത് 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റേറ്റ് വരുന്നത് വെറും 1,65,000 രൂപ. 65,000 രൂപ അല്ലേ. ഓക്കെ, സെറ്റ്. അങ്ങനെ ഇനി ഹിമാലയ, അതുപോലെ തന്നെ എക്സ്പൾസ്, ഓഫ് റോഡ് വണ്ടികളും, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഒരു അപ്രീല, അതുപോലെ തന്നെ കുറച്ച് വണ്ടികളുണ്ട്. അതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോണത്. കറക്റ്റ് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇതിങ്ങനെ ഓർമ്മിച്ച് വെക്കാണ് വരെ അല്ലേ. കുറേ കീഴിൽ പങ്കെടുത്തു. അപ്പൊ ഇതിന്റെ പേരെന്താ? നമ്മുടെ ചാനലിന്റെ പേരെന്താ? രണ്ട് ചെക്കൻ ഫോളോ ചെയ്തിട്ട്. സെറ്റ്. താങ്ക് യു.
അതുപോലെ തന്നെ ബാവന്റെ ഉപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബാവന്റെ ഉപ്പാനെ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. സാധാരണ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ബാവന്റെ ഉപ്പാനൊന്നും കാണില്ല. ഇന്ന് ബാവന്റെ ഉപ്പ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ റോസ് ഫോട്ടോ ഇനാഗ്രേഷൻ ചെയ്തത് ബാവന്റെ ഉപ്പയാണ്. എന്താ വർത്താനൊക്കെ? സുഖം തന്നെ. സുഖം തന്നെ. ബാവ കുറെ കാലമായിട്ടുള്ള ബാവന്റെ ആഗ്രഹം. ബാവ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് സ്റ്റാർട്ടിങ് ടൈമിൽ പറഞ്ഞത് അന്ന് വലിയ വണ്ടികളൊന്നും ഇല്ല, അന്ന് കുറച്ച് വണ്ടികളല്ലേ. അന്ന് ബാവ അത്രയും വലിയ നിലയിലെത്തും വിചാരിച്ചില്ല. ഇത്രയും വലിയ എത്ര കളക്ഷനൊക്കെ ഉണ്ടാവും വിചാരിച്ചില്ല. കളക്ഷനൊക്കെ ഉണ്ടാവും കരുതി തന്നെയായിരുന്നു. മുൻകൂട്ടി തന്നെ നമ്മൾ കണ്ടതാണ്. പണിയെടുക്കണം കണ്ടിട്ടില്ല, രാവും പകലും നയിച്ചാൽ മതി. അതായത് പല സമയത്തും വീട്ടിൽ കിട്ടാതൊക്കെ എനിക്കറിയാം. കാരണം ഓ വിളിക്കുമ്പോ പല സ്ഥലത്തും ഞാൻ എറണാകുളത്താടാ, തിരുവനന്തപുരത്താടാ, ട്രെയിനിലാടാ, വണ്ടി എടുക്കാൻ പോകുന്നതാ, അങ്ങോട്ട് പോകുന്ന കണ്ണൂർ പോയതാ. പരിക്കട് വന്നാ അപ്പൊ വിളിക്കൽ തുടങ്ങും. പിന്നെയും പോവും. ഒരു നേരം ഒഴിവില്ല. ഇതിന്റെ മുന്നേ ഈ ഫസ്റ്റ് വീഡിയോ ഇട്ടെന്നല്ലേ അന്നാണ് ഒരു അന്ന് മുതലാണ് എന്റെ അടുത്ത് പോയത് അറിയില്ല. ഫോൺ ഓഫാക്കി ആ ഫോണ് രാത്രി ആകുമ്പോൾ ഓഫാക്കണം, അല്ലെങ്കിൽ പിന്നെ രാത്രി 12 മണിക്ക് ഒരടക്കൊക്കെ കോള് തന്നെ, ഫുൾ ടൈം കോളോട് കോള്. അതായത് നമ്മള് ബാവന്റെ വീഡിയോ മഞ്ചേരി അങ്ങാടിയിൽ നിന്ന് ചെയ്യുന്ന ഫസ്റ്റത്തെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് അന്ന് അതിന്റെ പിറ്റേന്ന് അന്ന് ഷോപ്പോ കാര്യങ്ങളൊന്നും തുടങ്ങിയില്ല. ബാവ വീട്ടിൽ വെച്ചിട്ടുള്ള ചെറിയ കച്ചവടമായിരുന്നു. അന്ന് ആ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു വീഡിയോ ചെയ്ത് ബാവന്റെ വീട്ടില് ഫുള്ള് തക്കാരെ അതായത് ഈ മുള്ളമ്പാറ അങ്ങാടിയിലൊക്കെ ബാവന്റെ ഷോപ്പോടെ ബാവന്റെ വീടോടെ എന്ന് ചോദിച്ചു തർക്കല് അല്ലേ? നിങ്ങളെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ അന്ന് ഷോപ്പും കയറുന്നല്ലേനും വീട്ടിൽ വണ്ടികളൊക്കെ അപ്പൊ അങ്ങനെ അന്വേഷിച്ചത്. അതെ, അന്ന് മുതലേ നമ്മൾ ബാവന്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇത്രയും കളക്ഷൻ ആയപ്പോഴും ബാവന്റെ കൂടെ ഉണ്ട്. 2-3 വണ്ടിയുള്ള അന്നും നമ്മൾ ബാവന്റെ കൂടെ ഉണ്ട്. എന്തായാലും എനിക്കൊന്ന് രാത്രി ഒരു വറക്കാൻ തന്നെ പിന്നെ ഇതില്ലേനു. കാരണം വണ്ടി ആൾക്കാർ വീട്ടിലിങ്ങനെ വരും അല്ലേ? ഇപ്പൊ ഏതായാലും പുതിയ ഷോപ്പൊക്കെ ഇട്ട് അടിപൊളിയായി. ഇനിയും വലിയ വലിയ ഷോപ്പുകൾ കേരളത്തിന്റെ പല സ്ഥലത്തും ഇടട്ടെ. എന്തായാലും ഉഷാറാക്കാം. ആയിക്കോട്ടെ, എന്നാ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഭാവനെ പറ്റി ഇനി എന്താണ് നിങ്ങൾ നമ്മളെ വീഡിയോയിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണുന്നുണ്ടാവും. അപ്പോൾ ഓലോട് ജസ്റ്റ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ എന്തെന്ന് പറയാം. ഒന്ന് അത് നോക്കിയിട്ട് കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് കച്ചവടം സാറായി എന്നും നിലനിൽക്കട്ടെ എന്നുള്ളൊരു. അതെ, അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് സാധാരണ ബാവന്റെ ഉപ്പാനെ അവിടെ കാണില്ല. പക്ഷെ ഇന്ന് നമ്മൾ ബാവന്റെ ഉപ്പ അവിടെ നേരത്തെ വന്ന് നോക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു റോയൽ എൻഫീൽഡിന്റെ 100 ആണ്. തണ്ടർബേർഡ് ആണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? തണ്ടർബേർഡ് 2017 മോഡലാണ്. ഒരു അഡ്വക്കേറ്റിന് വണ്ടി കേട്ടോ. വില കൂടുതൽ നമുക്ക് പേപ്പറൊന്നും മൂപ്പര് തന്നില്ല. ഇതെന്ത് പ്രശ്നം ചോദിച്ചാല് മൂപ്പര് പേർക്ക് പറഞ്ഞത് വണ്ടിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പേപ്പറുകളോട് വെച്ചോളി, ഞാൻ പറഞ്ഞ ആൾക്ക് നേരം മാറ്റി കൊടുത്തോളിയായിരുന്നു. അല്ലാതെ വണ്ടി 2017 മോഡല് 85 റുപ്യാണ് ചോദിക്കണേ. ഇന്ത്യയിലേക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? ഓക്കെ, ബാവന്റെ ഉപ്പ അവിടുന്ന് പോവാണ്. ആരാണ് ബാക്കിലിരിക്കുന്ന? പെങ്ങളുട്ടിയാണ്. ഓക്കെ ഓക്കെ, എന്തായാലും ഉപ്പാനതിൽ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ ചിലപ്പം കഴിഞ്ഞ ഇനാഗ്രേഷൻ്റെ ഷോട്ടിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. വണ്ടി ഇങ്ങനത്തെ സ്കൂട്ടിമേ മാത്രമേ ഇവർക്ക് പോകാൻ കഴിയുള്ളൂ. മറ്റേ സാധാരണ നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ബാവയാണ് ഇവരെ കുടുംബത്തിലെ ഏറ്റവും വലിയ അത്താണ് കേട്ടോ. കാരണം ഈ ഒരു ഞാൻ അതുള്ളത് നമുക്ക് ഓപ്പണായി പറയണം. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് വേണമെന്ന് പറയാൻ കാരണം ഞാനും ബാവനെ സ്റ്റാർട്ടിങ് മുതലേ സപ്പോർട്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം കൂടി അതാണ്. കാരണം എന്താ വെച്ചാൽ ബാവ 24 മണിക്കൂർ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ മുതലാണിത്. അല്ലാതെ ഒരു ദിവസം മറ്റേ പടച്ചോനെ മുകളിലേക്ക് നോക്കിയിരുന്ന ബിരിയാണി നമ്മൾ തൊള്ളിലേക്ക് വെച്ച് തരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വണ്ടികൾ ഇതേപോലെ സെറ്റാക്കിയത്. അത് നിങ്ങളെയും സപ്പോർട്ട് കൊണ്ടാണ്. അത് നിങ്ങൾ അവരോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. നിങ്ങളെയും കൂടി സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നേരം ഒരു ഇതിലെത്തിയത്. പണ്ട് സ്പൾബർ വന്നറിയില്ല, വെറും 10, 12, 15 വണ്ടികൾ 15 വണ്ടി വെച്ചാണ് നമ്മൾ വീഡിയോ എത്തിണ്ട്. വണ്ടി വേറെ എക്സ്ട്രാ നമ്മൾ പാർക്കസയിലായിട്ട് അങ്ങനെ ഇങ്ങനെ കുറെ വാങ്ങിച്ചാണ്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വില കുറച്ച് കൊടുക്കാനും. അതെ, പിന്നെ എന്താ വെച്ചാൽ നമ്മളെ വിജയത്തിന്റെ ഏറ്റവും വലിയൊരു കാരണം ദൈ കാണൊരു മുതലാണ്. ഇവനാണ് വന്ന മുതല് ജീവിതങ്ങൾ മാറ്റി പറഞ്ഞ ഒരു അവസ്ഥയാണ്. അജാതി എൻക്വയറി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വണ്ടികൾ വരാനോ ഇല്ല, പോവാന് വരെ പോവാ ഇതെന്റെ പരിപാടി. ഇത് ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞല്ലോ, സീരിയസ് ആയിട്ട് പറഞ്ഞ തന്നെയാണ്. നമ്മൾ പേജ് റീച്ച് ആക്കി തന്നതും ഇതായതും ഇത്രയും വണ്ടികൾ കളക്ഷൻ ആക്കി. അതെ,
എത്ര ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് അന്ന് ഉണ്ടായിരുന്നു? വെറുതെ ഒരു 1500 ഫോളോവേഴ്സിൽ അതാണ് സ്പൾബർ എന്ന വീഡിയോ എടുത്തു. ഒരു ഗിവ് അവേ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ഫസ്റ്റ് വീഡിയോ ഒക്കെ എന്നതാണ് 25K ഒറ്റയടിക്കാണ് കയറി. ആ ഒരു 25-നാണ് നമ്മൾ ഇത് എങ്ങനെയാണ് പോയത്. പിന്നെ നമുക്ക് ഇതുവരെ OLX-ലിട്ട് നമ്മൾ വണ്ടി സെയിൽ ചെയ്ത ആൾക്കാരേനു. പിന്നെ ഇവനാണ് വന്നതിന്റെ ശേഷം OLX ഒഴിവാക്കി. ഇൻസ്റ്റാഗ്രാം മതി, അതിലാണ് കൊടുക്കണ്ടേ, അത് മതി. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ചാല് നമ്മൾ ആ ഫസ്റ്റ് മുതൽ തുടങ്ങി ഇപ്പൊ ഈ നിലയിൽ എത്തിയപ്പോഴും നമ്മൾ കൂടെ ഉണ്ട്. നമ്മൾ ഒരുപാട് അല്ലെ ഇവനെ മറക്കാൻ പറ്റുമോ? ഇവനെ ഇപ്പൊ എവിടെ എത്രയൊക്കെ നിലയിലെത്തിയാലോ നമുക്ക് അതിനാണ് ഞാനോട് ചോദിക്കണത്. നമ്മളെ പ്രേക്ഷകർക്ക് വില കുറച്ച് കൊടുക്കണം, എന്നാലേ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ബാവൻ്റെ റേറ്റുകൾ കേട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോളി. എല്ലാ ഷോപ്പിന്റെ വീഡിയോസ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോളി. ബാവൻ്റെ റേറ്റിന് ഒരു പ്രത്യേക ക്വാളിറ്റി, അതുമല്ല ഒരു വിലക്കുറവുണ്ടാവും. തീർച്ചയായിട്ടും ബാവൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ വീഡിയോ സാധാരണ എടുക്കുന്ന സമയത്തൊക്കെ എല്ലാവരും പറയുന്നത് റോസ് മോട്ടോൻ്റെ ബാവയുടെ വീഡിയോ എടുക്കുന്ന പല വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വരുന്നത്. പക്ഷേ അതേ സമയത്ത് ബാവനെ നമ്മൾ വിളിക്കും, വീഡിയോ ചെയ്യാനായോ എന്ന് ചോദിക്കുമ്പോൾ ബാവ പറയല്, എടാ വണ്ടി ഫുള്ള് പോയല്ലോ. അതായത് അത്രയും വിലക്കുറവിൽ വണ്ടികൾ വിറ്റ് കഴിഞ്ഞാൽ വണ്ടി വന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഹിമാലയ വരുന്നുണ്ട്. ഹിമാലയ ഓഫ് റോഡ് കിങ് അല്ലേ, എങ്ങനെയാണ് ചോദിക്കുന്നത്? ഹിമാലയന്റെ ഒരു കളക്ഷനാണ് നമ്മുടെ അടുത്തുള്ളത്. പൊതുവെ ഭയങ്കര ഡിമാൻഡാണ് ഹിമാലയക്ക്. ഡിമാൻഡുള്ള സാധനത്തിന്റെ ഒരു കളക്ഷനുമായിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത്? 2018 മോഡൽ ഹിമാലയന് 130 രൂപ. അവിടുന്ന് കിട്ടൂല, ഈ വിലക്കൊന്നും കിട്ടലുണ്ടാവില്ല. ഈ വിലക്കൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2020 മോഡല് ഹിമാലയനാണ്. റേറ്റ് വരുന്നത് 185. ആ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്താട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ വണ്ടിയാണ്. റേറ്റ് വരുന്നത് 2,50,000 രൂപ. 2,50,000 രൂപ. അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത്? വെറും 35,000 രൂപ. 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് 2019 മോഡലാണ്. ഇത് നിലവിൽ അഡ്വാൻസ് ആയതാണ്. അതുപോലെ തന്നെ ആർമി കളർ വണ്ടി 2022 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് വരുന്നത് വെറും 2,20,000 രൂപ. ഡൗൺ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഒരു 30-35 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് 2020 മോഡലാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. പിന്നെ റേറ്റ് വരുന്നത് 185 ആണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് 2021 മോഡലാണ്. 2,05,000 രൂപ. അതുപോലെ തന്നെ നെക്സ്റ്റ് 2022 മോഡല് 2,20,000 നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് 2021 മോഡല് ഹിമാലയനാണ്. 2,05,000 രൂപ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഹിമാലയൻ സ്ക്രാം. എങ്ങനെയാണ് ചോദിക്കുന്നത്? 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മുടെ ചങ്ങാനും വണ്ടിന്റെ അത് നമുക്ക് 175 രൂപ. 2022 മോഡൽ. 2022. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ഹിമാലയന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. അതായത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തല്ലേ? അതെ 2024 ജസ്റ്റ് ഒരു 6 മാസം 7 മാസം അങ്ങനെ ബൈക്കുകൾ വണ്ടി കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ഇതിന് ചോദിക്കുന്നത്? പ്രൈസ് വരുന്നത് 3,38,000 രൂപയാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? റൗണ്ട് അടിച്ചാലോ? എന്താല്ലേ വണ്ടികളുടെ കളക്ഷൻ. ഇവിടെ പോരില്ലേ? ആണ്ട് പോര്. ഹിമാലയനല്ലേ? യെസ്, ഹിമാലയ അല്ലേ? ഹിമാലയൻ ന്യൂ മോഡൽ ഹിമാലയുടെ ഇത് ചോദിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പൈൻ്റെ അത്ര എൻക്വയറി ഇല്ലെങ്കിലും ഇതിന് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പഴയതിനാണ് കൂടുതൽ എൻക്വയറി. ഈ മുതലാണ് ഇറങ്ങിയപ്പോലെ ആ സാധനത്തിന് ഡിമാൻഡാണ് ആർക്കും വേണ്ടതായി. നല്ല സസ്പെൻസിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നോക്കുകയാണെങ്കിൽ നമ്മളെ എക്സ്പൾസിന്റെ ഒരു കളക്ഷൻ ആണ്. അതുപോലെ തന്നെ റാലി ആണെങ്കിലും 4V ആണെങ്കിലും എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് എക്സ്പൾസ് ആണ് എങ്ങനെ ചോദിക്കുന്നത്? 2022 മോഡല്. നമുക്ക് അവിടുന്ന് ഈ സൈഡ് തന്നെ വരാം അല്ലേ? ആ സൈഡ് നിന്ന് വരാം. ഓക്കെ, നമുക്ക് നമ്മളെ എക്സ്പൾസ് തുടങ്ങാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മളെ ജാവയിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ഈ ജാവ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? 2019 മോഡൽ ജാവയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 93 രൂപ. 5,000 രൂപ ഡൗൺ പേയ്മെന്റ്. 93 രൂപ, 5,000 രൂപ ഡൗൺ പേയ്മെന്റ്. നേരത്തെ പെട്ടെന്ന് പറഞ്ഞു ലെങ്ത് ആയിരുന്നു ഒരുപാട്. അതെ, 2021 മോഡല് റേറ്റ് വരുന്നത് ഒരു 1,28 രൂപ. ജാവ 42 2020 മോഡലാണ്. റേറ്റ് വരുന്നത് 95 രൂപ. ഡൗൺ പേയ്മെന്റ് വരുന്നത് 15 രൂപ. 15 രൂപ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 2022 മോഡൽ ക്ലാസിക് ന്യൂ മോഡൽ ആട്ടോ. റേറ്റ് വരുന്നത്
75 നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, Single ownership ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 2019 മോഡൽ സ്റ്റാൻഡേർഡ് 1,17,000. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, 1,17. ഇതിന്റെ ബാക്ക് ഭാഗം മാറിയോ? ഇതെന്താ വെച്ചാൽ ഇത് ക്ലാസിക് ലുക്ക് സീറ്റും കാര്യങ്ങളും സ്റ്റാൻഡേർഡ് ആണ് വണ്ടി. പക്ഷേ ക്ലാസിക്കിന്റെ സീറ്റ് ലൈറ്റ് കാര്യങ്ങൾ ചെയ്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ബാക്കിൽ നിന്ന് ഞാൻ ബാക്കിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ക്ലാസിക്കിന്റെ ലുക്കും ഫ്രണ്ട്, പക്ഷേ ഈ ടാങ്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ആണ്, ക്രോസ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന 2018 മോഡൽ സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർഷിപ്പ് 24,000 കിലോമീറ്റർ. 24,000. ഓക്കെ, 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഡൗൺ പേയ്മെന്റ് ആകുമ്പോൾ 10 രൂപ. പിന്നെ റേറ്റ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. സ്പാൾബറിന്റെ ആൾക്കാരാന്ന് പറഞ്ഞാൽ മതി, ബാക്കി നമുക്കാണ് ചെയ്യാം. അതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എക്സ്പൾസ്. നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ. ഓക്കെ, റേറ്റ് വരുന്നത് എത്ര കൊടുക്കുക? 100 രൂപ കൊടുക്കാം. 100 രൂപ കൊടുത്താൽ എന്നായാലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തുതരാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 2020 മോഡലാണ്. 20 21 കറക്റ്റ് നോക്കണ്ടോ? വണ്ടി ഉണ്ടായിട്ട് ഒരു കൺഫ്യൂഷൻ പോലെ വണ്ടിയല്ലേ. 20 ആണെങ്കിൽ 95 രൂപ, 21 ആണെങ്കിൽ 100 രൂപ. നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡല് 1,03,000 രൂപ. 1,03,000 രൂപ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 4 ആണ്. 2022 മോഡല് സിംഗിൾ ഓണർഷിപ്പ് 4 റേറ്റ് വരുന്നത് 1,20 രൂപ. 1,20. അതുപോലെ തന്നെ നമുക്ക് റെഡ് കളർ വരുന്നത് 2022 മോഡല് ടയർ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയർ ഒരു വ്യത്യസ്തമായിട്ടുണ്ട്. എജ്ജാതി ടയറാണ്. ആ ടയറിന് കൊടുക്കണം. അത് ഓഫ് റോഡിന് പറ്റിയ അല്ലേ? ബാക്കിലും അടിപൊളി ടയറാണ്. അടിപൊളി ടയർ കാണിച്ചത് വെറൈറ്റി ടയർ കേട്ടോ. അത് എന്താണ് ഇങ്ങനെ 4 ടയറിന്റെ പുതിയ ടയർ സെറ്റ് ആണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? റേറ്റ് വരുന്നത് എത്ര കൊടുക്കാം? 1,17,000 രൂപ കൊടുക്കാം. 1,17,000 1,16,000 കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു 2000 ഇതെന്താ വെച്ചാല് ഇത് ഒറ്റ നോട്ടത്ത് കണ്ട ആരും വിചാരിക്കും റാലിയാണ്. സ്പാൾബർ റാലിയാണ്. പക്ഷെ അത് 4 ആണ്. അതാണ് ഹൈലൈറ്റ്. റാലിന്റെ ബോഡി കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട റാലി, പക്ഷെ ഓടിക്കുമ്പോ 4. അതായത് റാലിക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്റ്റിക്കറാണ് പേരില്. അപ്പൊ അത് കണ്ടോണ്ടാ ഞാൻ റാലി എന്ന് പറയാൻ കാരണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ചെറിയ പ്രൈസ് ഉള്ളൂ. റേറ്റ് വരുന്നത് 1,19 രൂപ. 1,19 കിട്ടണം. എജ്ജാതി കിറ്റും എവിടെ കിട്ടുന്നത്? കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടും ഇത്രയും വിലക്കുറവിൽ? ഭാവ ചോദിച്ചല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഒരു അപ്രീൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്പൾസ് കൂടെ ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൊടുക്കാറില്ല. നമ്മൾ കുറച്ചേരം ഹോൾഡ് ചെയ്ത് വെച്ചാൽ പേപ്പറിന് ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പൊ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണോ. നമ്മളൊരു ഓഫറിൽ കൊടുക്കാം. സംഭവിച്ച് ഈ വണ്ടിക്ക് ഇല്ല പറയാലോ. 58,000 രൂപ ഈ വണ്ടിക്ക് വില ആയിക്കണം. നമ്മൾ ഒരു കൊല്ലത്തിന്റെ അടുത്താൽ നമ്മൾ എടുത്തിട്ട് സംഭവം എന്താ വെച്ചാൽ അന്ന് പേപ്പർ റെഡി ആവാൻ വേണ്ടി ഇപ്പൊ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. ഇപ്പൊ നമുക്ക് 50 രൂപ കൊടുക്കാം. 8,000 രൂപ നഷ്ടത്ത് കൊടുക്കാം. 8,000 രൂപ ഉപയോഗിച്ച ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് വീട്ടിൽ നിർത്തിയിട്ടതാണ്. കിലോമീറ്റർ കാര്യമൊന്നും ഓടിയിട്ടൊന്നുമില്ല. പേപ്പർ അപ്പൊ ഇതിന് മാർക്കറ്റിന്റെ വാല്യൂഷൻ കൊണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ 4 ആണ്. 1,20 രൂപ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ? ഓ, സെറ്റ്. ഇനി എക്സ്പൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ഓക്കെ, അങ്ങനെ ഏകദേശം എല്ലാ വണ്ടികളും നമ്മൾ പറഞ്ഞു തീർത്തു. വണ്ടി കൊട്ടാരമാണ്. നമ്മളെ വീഡിയോ കണ്ടുവരുന്നതോട് എന്തെല്ലാം പറയാനുള്ള എനിക്ക് ഗ്യാരണ്ടി, വാറണ്ടി, അതുപോലെ ഫിനാൻസ് കാര്യങ്ങൾ. നമ്മൾ ഈ കണ്ട എല്ലാ വണ്ടിക്കും ഫിനാൻസ് അവൈലബിൾ സൗകര്യമാണ്. അതേപോലെ 15 ദിവസം നമ്മൾ എഞ്ചിന് ദിവസം വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ മലപ്പുറം ജില്ലക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഓഫർ ഉണ്ട്. വരികയാണെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ് കൊണ്ടുവരികയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വണ്ടി എടുത്താണ് പോവാം. സ്പോട്ട് ലോൺ അവൈലബിൾ ആണ്. ഒരു സ്പോട്ട് ലോൺ, അതും ചെറിയ ഡൗൺ പേയ്മെന്റ്, ഒരു 15-20 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്റർസെപ്റ്ററിന്റെ കാര്യം പറയാണ്ട്, അതുപോലെ തന്നെ നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്യാണ്ട് ഈ സാധനം അല്ലേ? അതെ, ഈ സാധനം അൺബോക്സ് ചെയ്യാൻ. ഇത് 2019 മോഡലാണ്. ഇന്റർസെപ്റ്റർ ആണ്. 2,22,000 രൂപ. 2,22,000 രൂപ. കിലോമീറ്റർ ഒക്കെ എങ്ങനെ വരുന്നത്? കിലോമീറ്റർ ഇപ്പൊ പറഞ്ഞതാ. കിലോമീറ്റർ പോകാനല്ല, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കിലോമീറ്റർ നമുക്ക് 33,000 കിലോമീറ്റർ. ഇന്റർസെപ്റ്റർ 2020 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് 22,000 കിലോമീറ്റർ. 2,40. നിലവിൽ ഒരാള് ടോക്കൺ കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ മിതമായ സംശയം. നോക്കേണ്ടി വരും. സ്റ്റാഫിനോട് ചോദിച്ചോക്കണ്ടേ. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഒരു അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാധനം ഉണ്ട് അല്ലേ? ഇതാണ് നമ്മളെ കേരളം കാത്തിരുന്ന അഡാറ് മുതല് ഗിവ് അവേ. ഇത് എന്തിനു വേണ്ടിയാ കൊടുക്കണേ? ഇത് നമ്മളിപ്പോ ഇത്രയും നിലക്ക് എത്തിച്ച കസ്റ്റമർ അല്ലേ, ഓർക്ക് നമുക്കൊരു സന്തോഷത്തിന് നമ്മളൊക്കെ ഒരു ഫ്രീ ആയിട്ട് ഒരു ബൈക്കാണ് കൊടുക്കുക. ഫ്രീ ആയിട്ട് ഒരു ബൈക്കാണ് കൊടുക്കുക. നമുക്ക് അൺബോക്സ് ചെയ്താലോ? അൺബോക്സ് ചെയ്യാലോ? ഓപ്പൺ ചെയ്താലോ? ചെയ്തോളി. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യായിരിക്കും. നമ്മളെ ഈ ഒരു വണ്ടി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. നമ്മളെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തി വെച്ചോളി. അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്ത് വെച്ചോളി. റോസ് മോട്ടോന്റെ അക്കൗണ്ട്, അതുപോലെ തന്നെ നമ്മളെ
യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കല്ലേ? ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. കിളിക്കുഞ്ഞ് യുവാക്കളുടെ ഹരമായ 1984 മുതൽ 94 മുതൽ, അതായത് ഇത്രയും കളക്ഷൻ ആയിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വണ്ടി സ്പ്ലെൻഡർ ആണ്. യെസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത വണ്ടി കൂടിയാണ് സ്പ്ലെൻഡർ. കാരണം അത്രയും നല്ല നീറ്റുള്ള ഈ ഒരു വണ്ടി, ഗ്രാഫിക്സ് ചെയ്ത വണ്ടി, SDV ചെയ്ത വണ്ടി, ഹൈറ്റ് ചെയ്ത വണ്ടി, ബാർ ഹാൻഡിൽ ചെയ്ത വണ്ടി, RPM മീറ്റർ എക്സ്ട്രാ ചെയ്ത വണ്ടി, അതുപോലെ തന്നെ മിറർ, അങ്ങനെ ഒരുപാട് വർക്ക് നിലവിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പെയിന്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത വണ്ടി. എന്തായാലും മോഹവിലയാണെങ്കിൽ ഒരു 60-70 രൂപ ഇപ്പോഴത്തെ മാർക്കറ്റ് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ സ്പ്ലെൻഡറിനുണ്ട്. അത്യാവശ്യം നല്ല വണ്ടി. ഈ വണ്ടി നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുകയാണ്. നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കട്ടെ. എന്തായാലും ഇത് ഫ്രീ ആയിട്ടാണ് തരാൻ പോണതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. യെസ്, ഈ പൊട്ട് കേട്ടാൽ തന്നെ ചെക്കന്മാർക്ക് പിരാന്താവും കേട്ടോ. അപ്പൊ നമ്മളൊന്ന് റൗണ്ട് അടിക്കാം ആദ്യം അല്ലേ? ഒന്ന് റൗണ്ട് അടിക്കാം. റൗണ്ട് അടിച്ചേരി. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? യെസ്, ഈ വണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. ഇതിന് കൂടുതൽ റൂൾസ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ നമ്മൾ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞാട്ടോ. പിസ്റ്റന്മാർക്ക് കാര്യങ്ങൾ, എഞ്ചിന്മാർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞാണ്. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം മാത്രമാണ് അല്ലേ? നമ്മളെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇതിന്റെ വീഡിയോ വരിക. അപ്പൊ നമ്മളെ പേജുകൾ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോളി. നമ്മളെ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ അതിൽ കമൻറ്റ് ഇടുക എന്നുള്ള റൂൾസ് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു രൂപ പോലും ഇതിൽ ചിലവാക്കണ്ട. സിമ്പിളായിട്ടുള്ള കാര്യം കൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് ഈ ഒരു സ്പ്ലെൻഡർ എത്തുപാവേ. അതെ, ഈ സ്പ്ലെൻഡർ നമ്മൾ അത്രയും ആശിച്ചൊരു മുതലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരാൻ പോവാണ്. എന്തായാലും വണ്ടി ഒന്ന് കണ്ടാളി, വണ്ടിനെ ക്ലോസ് ആയിട്ടൊന്ന് കണ്ടാളി. ഫുൾ വർക്ക് ഏകദേശം എടുത്തിട്ടുണ്ട്. വണ്ടി ഫുൾ സെറ്റാണ്. ടയർ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സീറ്റ്, അതിൽ ടാങ്ക് ആണെങ്കിലും പെയിന്റ് ആണെങ്കിലും ക്വാളിറ്റി എല്ലാം സെറ്റാണ്. ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോണത്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, ബെല്ലൈക്കൺ നിർത്തി വെച്ചോളി, അതുപോലെ തന്നെ നമ്മളെ പേജുകൾ ഫോളോ ചെയ്ത് വെച്ചോളി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് എന്താ പറയാനുള്ളത്? ഇനി വണ്ടി വാങ്ങാനേ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് ഇവിടെ മലപ്പുറം മഞ്ചേരി മുള്ളമ്പാറ. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ റോസ് മോട്ടോ എന്ന് അടിച്ചാൽ മതി. ROZ മോട്ടോ. ഇൻസ്റ്റാഗ്രാമിലും ROZ മോട്ടോ ഇത് അടിച്ചു കഴിഞ്ഞാൽ ബാവന്റെ ഒരുപാട് വീഡിയോസ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലൊക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് റോസ് മോട്ടോ അടിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ഇനി കറക്റ്റ് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുള്ളമ്പാറ നമ്മളെ ഇവിടെ ഒരു വലിയൊരു ഓഡിറ്റോറിയം കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓഡിറ്റോറിയം കഴിഞ്ഞ ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ വലത്തേ ഭാഗത്ത് ഷോപ്പ് വരുന്നത്. മഞ്ചേരി വരുമ്പോൾ വലത്തേ ഭാഗത്ത്. ഷോപ്പ് കാണുമ്പോൾ ഇത്ര വണ്ടിയുടെ ഉള്ളിൽ കൊള്ളോന്ന് നിങ്ങൾ ആലോചിക്കണ്ട. സെപ്പറേറ്റ് വേറെ ഗോഡൌൺ ആണുള്ളത്. അണ്ടർഗ്രൗണ്ട് ഉണ്ട്. വണ്ടി വന്നാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വണ്ടിയും കാണിക്കാൻ കഴിയും അല്ലേ? ഏത് വണ്ടിയും കാണിക്കാം. എല്ലാ വണ്ടിയും അവിടെ അവൈലബിൾ ആണ്. ഏതായാലും അത്യാവശ്യം വെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ വണ്ടികളുടെ വിഷ്വൽ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കിയോളി. നമ്മൾ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മുതൽ ഇതാണ്. നമുക്ക് ഒരു സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്പ്ലെൻഡറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്പ്ലെൻഡർ തന്നെ വെക്കാമെന്ന് വിചാരിച്ചത്. ചിലപ്പോൾ ഇതിലുള്ള വണ്ടികൾ ഏത് വെച്ചാലും ചിലപ്പോൾ ഇതിന് പവർ കിട്ടിയോണമെന്നില്ല. ഈ ഒരു വണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു ഫാൻസ് ഉണ്ട് അല്ലേ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ വരുമ്പോൾ തന്നെ ഈ സ്പ്ലെൻഡറിന് ഒരു പ്രത്യേക തരം റീച്ചാണ്. സ്പ്ലെൻഡറിന് പ്രത്യേക തരം ഫാൻസാണ്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു വീഡിയോ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫോളോവേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു മുതലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്പ്ലെൻഡർ തന്നെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഭാവിയിൽ നല്ലൊരു സൂപ്പർ ബൈക്കോ അല്ലെങ്കിൽ KTM ഡ്യൂക്കോ അല്ലെങ്കിൽ ഇന്റർസെപ്റ്ററോ GTO അങ്ങനത്തെ ഏതെങ്കിലും ചെയ്യാം അല്ലേ? എന്തായാലും സെറ്റ് ആക്കാം. ഇനിയിപ്പോ എന്താണ് നമ്മൾ പ്രേക്ഷകരോട് ഫൈനൽ ആയിട്ട് വരാനുള്ളത്? ഫിനാൻസ് ഡെലിവറി, അതേപോലെ ഓൾ കേരള ഫിനാൻസ് നമ്മളത് അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. ഏത് വണ്ടിക്കും എവിടേക്കും വേണമെങ്കിൽ നമ്മൾ എത്തിച്ചേരും. അതുപോലെ തന്നെ ഗ്യാരണ്ടി വാറണ്ടി 15 ദിവസം നമ്മൾ എഞ്ചിന് ദിവസം നമ്മൾ വാറണ്ടി കൊടുക്കുന്നതാണ്. ടയർ മാറ്റാനാണെങ്കിൽ ബാറ്ററി ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ വന്ന് ഒരു കസ്റ്റമർ വന്ന് വണ്ടി കണ്ടു, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പോലും പറയും സീറ്റർ ഇത് മാറ്റണം പറയും. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മതി. നമ്മുടെ വണ്ടി ഡെലിവറി ആ ടൈമിൽ അത് മാറ്റി തരും. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി. നമ്മൾ ഡെലിവറിയുടെ ഗിഫ്റ്റ് കൊടുക്കണം. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ഒരു ബർത്ത്ഡേ പ്രോഗ്രാമിന് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കൂലേ? അപ്പൊ എന്തായാലും ഇവിടെ വെച്ചിട്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്, നിർത്താൻ പോവാണ്. അപ്പം വീഡിയോ ഇതുവരെ നമ്മളെ വീഡിയോ ഇതുവരെ ക്ഷമയോടെ കണ്ട എല്ലാവരോടും വളരെ നന്ദി പറയണം. വാ ഇനി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ ഇനിയും വരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കൺ അമർത്തിയോളി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ വിളിക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്നും നിങ്ങൾ എവിടെ നിന്നാണ് വീഡിയോ കാണുന്നതെന്നുള്ളതും ഇനി ഏതെങ്കിലും ഷോപ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മൾ അതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ എല്ലാവരോടും. താങ്ക് യു.